ബഹുമാനായ ദേവകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമായ श्री शांति श्री रोशन लेकर Father Charlotte Jeremy, Sister Daisy Sudhir, Shri Shaini E.T. Snehadvara, Gire Athavare Chota. ഈ സ്കൂള് ഏതാണ്ട് 3 വർഷം പഴക്കമുള്ള സ്കൂളാണ്. കുട്ടികളെല്ലാം കൈയടിച്ച് എന്റെ പേര് പറയാമോ? എന്റെ പേര് അറിയാമോ? പറഞ്ഞേ. ഞാൻ ആരാന്നറിയാമോ? ആരാ ഞാൻ? ഡെപ്യൂട്ടി സ്പീക്കർ. പറഞ്ഞേ. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അറിയാമോ? ഫലം. മുഖ്യമന്ത്രിയുടെ പേര് അറിയാമോ? നിങ്ങൾക്കെല്ലാം രാവിലെ ഭക്ഷണം വെച്ച് ആരാ? നിങ്ങൾ കുളിപ്പിക്കുന്ന ആരാ? വസ്ത്രം വാങ്ങി തരുന്ന ആരാ? അച്ഛൻ എന്ന് പറഞ്ഞ ആരാ? വസ്ത്രം മേടിച്ചിരുന്ന അച്ഛനാണല്ലോ. അമ്മ ഭക്ഷണം പാചകം തരും, അമ്മ കുളിപ്പിക്കും, പെൺകുട്ടികൾക്ക് തലയിപ്പിച്ച് കണ്ണെഴുതി തരില്ലേ? ദോശയൊക്കെ വായി വെച്ചിരുന്നില്ലേ? ചോറ് വായി വെച്ചിരുന്നില്ലേ? ഇതെല്ലാം വാങ്ങി തരാൻ പൈസ കൊടുത്ത് തരാറിയാമോ? അച്ഛൻ. ആരാ? അച്ഛൻ. നിങ്ങൾ പഠിപ്പിക്കുന്ന ആരാ? ടീച്ചർ. അപ്പൊ അമ്മ, അച്ഛൻ, ടീച്ചർ അല്ലേ? അപ്പൊ അമ്മയുടെ ആദ്യത്തെ അക്ഷരം എന്താണ്? അച്ഛൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? അധ്യാപകരുടെ ആദ്യത്തെ അക്ഷരം എന്താണ്? 3 ആയാണ് നമുക്ക് മറക്കാതിരിക്കുന്നത് കേട്ടോ. മറക്കുമോ?
അമ്മയെ മറക്കരുത്, അച്ഛനെ മറക്കരുത്, അധ്യാപകരെ മറക്കരുത്. മറക്കോ? അപ്പൊ നിങ്ങളെല്ലാം പഠിച്ച് മിടുക്കന്മാരും മിടുക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ MLA ഫണ്ടിൽ നിന്നും പണം നൽകി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാചക പുര നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതോട് ചേർന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന ഡൈനിങ് ഹാള് PTA നിർമ്മിച്ചിട്ടുണ്ട്. ഇനി അതിമനോഹരമായ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം. നല്ലത് പഠിക്കണമേ. പഠിക്കുമോ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഈ ക്ലാസ് റൂമെല്ലാം സ്മാർട്ട് ആക്കാൻ പണം അനുവദിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് കണ്ട് കേട്ട് പഠിക്കണം. അതായത് കണ്ട് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് മുറിക്കകത്ത് സ്പീക്കറ്, വൈറ്റ് ഇന്ററാക്റ്റീവ് ബോർഡ്, പിന്നെന്താണ് ലാപ്ടോപ്പ്, പിന്നെ ഇതെല്ലാം ചേരുന്ന സ്മാർട്ട് ക്ലാസ് റൂം. ഇതെല്ലാം നിങ്ങൾക്ക് 4 ക്ലാസ് ഈ സ്കൂളിൽ പോകുമ്പോൾ ഈ പള്ളിക്കകത്തായതുകൊണ്ട് എന്താ വെച്ചാൽ ഏതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മറന്നു അവിടെ നടന്നു. അപ്പൊ ഏതെന്ന് എനിക്ക് എവിടെ കൊണ്ടുപോയി അപ്പൊ തിരുമേനി കൂടപ്പെടാ എല്ലാം തിരുമേനി കൂടപ്പെട്ട് ചെയ്യുന്നു. അപ്പൊ ഇനി അതാ അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഞാൻ ചെയ്യുന്നത് പറയണം. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഈ അടൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായി നല്ല അധ്യാപകർ, നല്ല മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ കഴിയുന്ന സ്കൂൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും MLA എന്നുള്ള നിലയിൽ അതിന്റെ ആദ്യപടിയാണെന്നുള്ളത്. രണ്ടാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ് റൂം തരാം. ഇനി സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് തരാം. വേണമെങ്കിൽ തരാം. പക്ഷേ അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം മാറി. അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിൽ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം അനുവദിക്കാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മലപ്പുറം ബ്ലോക്കിലെ ശ്രീ റോഷൻ സാറിനെ ബഹുമാനായ അധ്യക്ഷൻ PTAയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സ്റ്റാൻലി, ഈ നമ്മുടെ കുട്ടികളുടെ പാചകപ്പുരയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ ബഹുമാനായ അടൂരിന്റെ പ്രിയപ്പെട്ട MLA, കേരളത്തിന്റെ നിയമസഭയുടെ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ ജിജയ കുമാർ, ഈ സ്കൂളിന്റെ ലോക്കൽ മാനേജറും അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിന്റെ പ്രിൻസിപ്പളുമായിട്ടുള്ള പ്രിയപ്പെട്ട ഫാദർ ശാന്തൻ ചെൽവി, പ്രിയപ്പെട്ട സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ AC സിറിയക്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദീർഘമായ പ്രസംഗമില്ല, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു പുതിയ പാചകം പുര സ്വപ്നമായിരുന്നു PTAC സ്കൂളിൽ. പ്രിയപ്പെട്ട MLAയോട് നമ്മുടെ PTA സ്കൂളിലെ അധ്യാപകർ റിക്വസ്റ്റ് ചെയ്തു. ബഹുമാനായ MLA അത് അനുവദിച്ചു. അത് അതിന്റെ പണി പൂർത്തീകരിക്കുന്നതിനും ഫണ്ട് അനുവദിക്കുന്നതിനും ഒക്കെ ഒട്ടനവധി കടമ്പകളുണ്ടായിരുന്നു. ഈ സർക്കാർ സ്കൂളുകളിൽ ഫണ്ട് കൊടുക്കുന്നത് പോലെ എയ്ഡഡ് സ്കൂളിൽ ഫണ്ട് അനുവദിക്കുമ്പോൾ അത്ര പെട്ടെന്ന് അത് അനുവദിച്ചിട്ടില്ല. എങ്കിലും MLAയുടെ നല്ല സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇതിന്റെ പേപ്പർ വർക്കെല്ലാം വരുമ്പോൾ AEO ഓഫീസിലും കളക്ടറേറ്റിലും എല്ലാം സാധാരണ സർക്കാർ സ്കൂളിൽ ലഭിക്കുന്ന ഒരു പിന്തുണ ലഭിക്കാറുണ്ട്. എന്നാൽ MLAയുടെ ഓഫീസിൽ നിന്ന് വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് പിന്നെ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നമ്മുടെ സ്കൂളിന്റെ സ്മാർട്ട് ക്ലാസ് അതിന്റെ എല്ലാ സൗകര്യങ്ങളും കൂടെ അനുവദിക്കാൻ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പറയുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചില്ല. ഞാൻ അവിടെ നിന്ന് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ
ഇത്രയും നല്ല ഒരു 7 സ്കൂൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ശരിയാണ്. ആരുടെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ പള്ളിയുടെ അകത്തായതുകൊണ്ട് ഇത്രയും നല്ല ഒരു പൊതുവിദ്യാഭ്യാസമാണ്. ആ പൊതുവിദ്യാഭ്യാസം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ ഞാൻ പല വിദ്യാലയങ്ങളിൽ പോകുന്നതാണ്. ലോവർ പ്രൈമറി രംഗത്ത് അടൂർ PVLPS ഇന്നും വലിയ മികച്ച സംഭാവന. ഇത് തുടങ്ങിയ കാലം മുതൽ ഞാനടക്കമുള്ള നിരവധിയായ അടൂരിലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ സംഭാവന ചെയ്ത ഒരു മഹാവിദ്യാലയമാണ് ഹോളി ഏഞ്ചൽ സ്കൂൾ. തുടങ്ങുന്നതിന് മുമ്പ് ഹോളി ഏഞ്ചൽ സ്കൂളിന്റെ സ്ഥാപനം ഈ സ്കൂളിന്റെ ബേസാണ്. അപ്പൊ അങ്ങനെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സ്കൂള് നമ്മുടെ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ മാതൃകയായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ പങ്കെടുക്കുന്ന രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിവിടെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു അഭിമാനമുണ്ട്. ഇതൊരു വലിയ ക്യാമ്പസാണ്. ഈ ക്യാമ്പസിനുള്ള ഒരു പ്രത്യേകത, ഈ ക്യാമ്പസിൽ എന്നും വന്നു പോകുന്ന ഒരാളാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് നമുക്കറിയാം, കുട്ടികൾ പഠിച്ചു വളർന്ന് 8ാം ക്ലാസ്സിലെല്ലാം പോകുമ്പോൾ വഴിതെറ്റി പോകുന്ന ഒരു സമീപനം നമ്മുടെ യുവതയ്ക്കുണ്ട്. എന്നാൽ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്നതിനുള്ള എല്ലാ അന്തരീക്ഷവും, നല്ല പ്രാർത്ഥനയും, നല്ല അനുഗ്രഹവും എല്ലാ മതവിശ്വാസികളും. ഈ സ്കൂളിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? PVLPS സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഫുൾ ഫോം? മാതാപിതാക്കൾക്ക് അറിയാമോ? എന്താ? വെരി ഗുഡ്. പരമേശ്വര വിലാസം എന്ന നാമധേയത്തിൽ, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവവും, ഹിന്ദു ആവാം, ക്രിസ്ത്യാനി ആവാം, മുസൽമാനാവാം, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ. ഞാനിവിടെ രാവിലെ ദേവാലയത്തിൽ വരുമ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടാണ് എന്നെ ഏറ്റവും ആകർഷിക്കുന്നത്. ഈ നല്ല പ്രഭാതത്തിനായി, ഈ നല്ല ദിവസത്തിനായി ഞാൻ അത് കേട്ട് പോസിറ്റീവ് എനർജിയിലാണ് പോകുന്നത്. എൻ്റെ എല്ലാ ദിവസത്തെയും പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, നമുക്കറിയാം ഒരു ചെറിയ ഫംഗ്ഷനാണ് എങ്കിൽ പോലും വളരെ തിരക്കിട്ട ദിവസങ്ങളിൽ ഇവിടെ വരുവാനും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുവാനും അദ്ദേഹം നമ്മളോട് കാണിച്ച സ്നേഹത്തെ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഇന്നും MLA എന്ന നിലയിലും കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിലും ഈ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് കടപ്പെട്ടിരിക്കും. എല്ലാവിധമായ പിന്തുണ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വളർച്ചയിൽ മുന്നോട്ട് പോക്കിൽ ഈ പൊതുസമൂഹ ദേവാലയത്തിന്റെ ഹോളി ഏഞ്ചൽസിന്റെയും PVLPS സമൂഹവും രക്ഷകർത്താക്കളും എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട ചിറ്റയമ്മമാർ ഈ സ്കൂളിനോടും ഈ സമൂഹത്തോടും കാണിച്ചിട്ടുള്ള സ്നേഹത്തോടും കടപ്പാടോടും കടപ്പെട്ടിരിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കേരളത്തിന്റെ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കറും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ആയിട്ടുള്ള ശ്രീ ചിറ്റയമ്മമാർക്ക് ഞങ്ങൾക്ക് നൽകിയ, ഈ സ്കൂളിന് നൽകിയ ഈ പ്രത്യേകമായ പരിഗണന എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട്, കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്കിപ്പോ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ സ്കൂളിന് വേണമെങ്കിൽ സ്കൂൾ ബസ് തരാം, പാർക്ക് അനുവദിച്ചേ. പക്ഷേ ഈ സ്കൂളിൽ പാർക്ക് ഒരു പാർക്ക് പണിയെടുപ്പിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ തീരെ കുറവാണ്.